നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ കറണ്ട് അഫയേഴ്സ് സീരീസിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് 2022, 23, 24 വർഷങ്ങളിലെ കറണ്ട് അഫയേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ലതാ മങ്കേഷ്കർ പുരസ്കാരമാണ്. ലതാ മങ്കേഷ്കർ പുരസ്കാരം സംഗീത മേഖലയെ ആദരിച്ചുകൊണ്ട് നൽകുന്ന പുരസ്കാരമാണ്. ദേശീയ തലത്തിൽ നൽകുന്ന അവാർഡാണ് ലതാ മങ്കേഷ്കർ പുരസ്കാരം. ലതാ മങ്കേഷ്കർ പുരസ്കാരത്തിന്റെ പ്രഥമ ജേതാവ് ആരായിരുന്നു? നരേന്ദ്രമോദി ആയിരുന്നു. ഏതു വർഷമാണ് ലഭിച്ചത്? 2022. അപ്പൊ 2022 പ്രഥമ ലതാ മങ്കേഷ്കർ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണത്? നരേന്ദ്രമോദിയാണ്. 2023 ആരാണ്? ആശാ ഭോസ്ലെയാണ്. 2023 ആശാ ഭോസ്ലെയാണ്. 2024 ലതാ മങ്കേഷ്കർ പുരസ്കാര ജേതാവ് ആരാണ്? അമിതാഭ് ബച്ചൻ ആണ്. അമിതാഭ് ബച്ചൻ. ലതാ മങ്കേഷ്കർ അന്തരിച്ചത് ഏത് വർഷമാ? 2022 അല്ലെ? 2022 ഫെബ്രുവരി 6 ലതാ മങ്കേഷ്കർ അന്തരിച്ചത്. ലതാ മങ്കേഷ്കറിന്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു? യഥാർത്ഥ പേര് ഹേമ മങ്കേഷ്കർ എന്നായിരുന്നു. ലതാ മങ്കേഷ്കറിന്റെ യഥാർത്ഥ പേര് ഹേമ മങ്കേഷ്കർ എന്നായിരുന്നു. 1999 മുതൽ 2005 വരെ ലതാ മങ്കേഷ്കർ രാജ്യസഭ അംഗമായിരുന്നു. കൂടാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ലതാ മങ്കേഷ്കർ ഗാനമാലപിച്ച മലയാളത്തിലെ ഏക സിനിമ ഏതാണ്? നെല്ലാണ്. നെല്ല്. സംഗീതം ആലപിച്ച ലതാ മങ്കേഷ്കർ ഗാനം ആലപിച്ച മലയാളത്തിലെ ഏക സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് നെല്ലാണ്. പഠിച്ച ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ലതാ മങ്കേഷ്കർ പുരസ്കാരമാണ് പറഞ്ഞത്. പ്രഥമ ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ്. വർഷം 2002. രണ്ടാമത് 2023 ലഭിച്ചത് ആർക്കാണ്? ആശാ ഭോസ്ലെക്കാണ്. 2024 ലഭിച്ചത് ആർക്കാണ്? അമിതാഭ് ബച്ചനാണ്. ലതാ മങ്കേഷ്കർ അന്തരിച്ചത് 2022 ഫെബ്രുവരി 6 യഥാർത്ഥ നാമം ഹേമ മങ്കേഷ്കർ എന്നാണ്. ലതാ മങ്കേഷ്കർ ഗാനം ആലപിച്ച ഏക മലയാള സിനിമ ഏതാണ്? നെല്ലാണ്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. മറ്റൊരു ചോദ്യം ഇതാണ്, സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം നേടുന്ന മൂന്നാമത്തെ വനിത. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം നേടുന്ന മൂന്നാമത്തെ വനിത. ഓപ്ഷൻ എ എലിനർ ഓസ്ട്രം, ഓപ്ഷൻ ബി എസ്തർ ഡഫ്ലോ, ഓപ്ഷൻ സി ക്ലോഡിയ ഗോൾഡിൻ, ഓപ്ഷൻ ഡി നർഗീസ് മുഹമ്മദി. ആ ഓപ്ഷൻസിനകത്ത് തന്നെ ഉണ്ട് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം നേടുന്ന മൂന്നാമത്തെ വനിത ആരാണ്? ഓപ്ഷൻ സി ആണ്, ക്ലോഡിയ ഗോൾഡിൻ ആണ്. ക്ലോഡിയ ഗോൾഡിൻ. ഏത് രാജ്യക്കാരിയാണ്? USA, അമേരിക്കക്കാരിയാണ് ക്ലോഡിയ ഗോൾഡിൻ എന്ന് ഓർത്തിരിക്കുക. ക്ലോഡിയ ഗോൾഡിൻ. അപ്പൊ മൂന്നാമത്തെ വനിതയാ പറഞ്ഞേ. അങ്ങനെയെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം നേടുന്ന ആദ്യത്തെ വനിത ആരാണ്? അത് എലിനർ ഓസ്ട്രം ആണ്. എലിനർ ഓസ്ട്രം. ആദ്യത്തെ വനിത ആരാണ്? എലിനർ ഓസ്ട്രം ആണ്. രണ്ടാമത്തെ വനിത ആരാണ്? എസ്തർ ഡഫ്ലോ ആണ്. എസ്തർ ഡഫ്ലോ. അപ്പൊ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം നേടുന്ന 3 വനിതകൾ പറഞ്ഞു. ആദ്യത്തെ വനിത ആരാണ്? എലിനർ ഓസ്ട്രം. രണ്ടാമത്തെ വനിത എസ്തർ ഡഫ്ലോ. മൂന്നാമത്തെ വനിത ക്ലോഡിയ ഗോൾഡിൻ. ക്ലോഡിയ ഗോൾഡിൻ. ഏത് രാജ്യക്കാരിയാ? USA, അമേരിക്കയാണ്. അതേപോലെ തന്നെ നമുക്ക് നാലാമതൊന്ന് കൊടുത്തിട്ടുണ്ടല്ലേ, നർഗീസ് മുഹമ്മദി. അപ്പൊ ആരാണ് ഈ നർഗീസ് മുഹമ്മദി? സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം 2023 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവാണ് നർഗീസ് മുഹമ്മദി. ഏത് രാജ്യക്കാരിയാ? ഇറാൻ ആണ്. ഇറാൻ. നർഗീസ് മുഹമ്മദി. ഇനി 2023 നോബൽ പുരസ്കാരം സാഹിത്യത്തിന് നേടുന്നത് ആർക്കാണ്? ആരാണ്? യോൺ ഫോസെ ആണ്. യോൺ ഫോസെ. നോർവേ. നോർവേ ആണ് രാജ്യം. യോൺ ഫോസെ. ഇനി യോൺ ഫോസയുടെ ആദ്യത്തെ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് 1983 പുറത്തിറങ്ങിയ റെഡ് ബ്ലാക്ക് ആണ്. 1983 പ്രസിദ്ധീകരിച്ച റെഡ് ബ്ലാക്ക് ആണ് യോൺ ഫോസയുടെ ആദ്യ നോവൽ. പഠിച്ചേ. അപ്പൊ നമ്മൾ നോബൽ പുരസ്കാരം പഠിച്ചു. ഒന്ന് പറഞ്ഞത് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ 3 വനിതകളാണ്.
ആദ്യത്തെ വനിത ആരാണ്? എലിനർ ഓസ്ട്രം. രണ്ടാമത്തെ വനിത ആരാണ്? എസ്തർ ഡഫ്ലോ. മൂന്നാമത്തെ വനിത ആരാണ്? ക്ലോഡിയ ഗോൾഡിൻ. ക്ലോഡിയ ഗോൾഡിൻ. അങ്ങനെയെങ്കിൽ 2023 നോബൽ പുരസ്കാരം സമാധാനത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവ് നർഗീസ് മുഹമ്മദി. സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് യോൺ ഫോസെ. യോൺ ഫോസെ. യോൺ ഫോസയുടെ ആദ്യത്തെ കൃതി റെഡ് ബ്ലാക്ക്. 1983 പ്രസിദ്ധീകരിച്ച റെഡ് ബ്ലാക്ക്. റെഡ് ബ്ലാക്ക്. പഠിച്ചോ? ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ? ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം, 2024 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. ഓപ്ഷൻ എ 127, ഓപ്ഷൻ ബി 129, ഓപ്ഷൻ സി 135, ഓപ്ഷൻ ഡി 126. 2024 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? ഓപ്ഷൻ ബി ആണ് 129ാമതാണ്. 2024 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 129. 2023 ഇന്ത്യയുടെ സ്ഥാനം എത്ര ആയിരുന്നു? 127 ആയിരുന്നു. 2023 127 ആയിരുന്നു. 2024 എത്രാമതായി? 129ാമതായി. ക്ലിയർ ആയോ? അപ്പം 2023 2024 വർഷങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? ഐസ്ലൻഡ് ആണ്. അപ്പൊ 2023 24 ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഐസ്ലൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 2023 127ഉം 2024 129ഉമാണ്. അപ്പം പഠിച്ചേ, എന്താ പറഞ്ഞേ? 2024 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് പറഞ്ഞത് 129 ആണ്. 2023 എത്ര ആയിരുന്നു? 127 ആയിരുന്നു. എത്രയാണ്? 127. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. സലാം ബിൻ റസാഖ് ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? സലാം ബിൻ റസാഖ് ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? ഓപ്ഷൻ എ ബംഗാളി, ഓപ്ഷൻ ബി കൊങ്കണി, ഓപ്ഷൻ സി ഉറുദു, ഓപ്ഷൻ ഡി തുളു. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ഉറുദു ആണ്. സലാം ബിൻ റസാഖ് ഏതു ഭാഷയിലെ സാഹിത്യകാരനാണെന്ന് ചോദിച്ചാൽ ഉറുദു ഭാഷയിലെ സാഹിത്യകാരനാണ്. 2024 മെയ് 7 അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ചെറുകഥാകൃത്താണ് സലാം ബിൻ റസാഖ്. അപ്പൊ ഇത് ഏതിലാണ് വരുന്നത്? വിയോഗവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സിലാണ് വരുന്നത്. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നമ്മൾ വിയോഗവും അതേപോലെ നമ്മൾ മുമ്പ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ഒക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ഇന്ത്യയുടെ റാങ്കിങ് ആയാലും ഇൻഡെക്സ് ആയാലും എല്ലാം നമ്മൾ പല PDF ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് നമ്മൾ ഇത് പലപ്പോഴായിട്ട് പറയുന്നത്. ഒരുമിച്ചെല്ലാം കൂടി നമ്മൾ പറയാത്തത് അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ ഫ്രീ കണ്ടന്റ് ആണ്, ഫ്രീ PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, അതൊന്ന് വായിച്ചു നോക്കുക. ഒരുപാട് പ്രീവിയസ് ഡേ ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇത് നോക്കാം. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് സലാം ബിൻ റസാഖ് ഏത് ഭാഷയിലെ സാഹിത്യകാരനാണെന്നാണ്. ഏതായിരുന്നു? ഉറുദു ആണെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം അന്തരിച്ചത് 2024 മെയ് 7 2024 മെയ് 7. 2004 ഉറുദു ഭാഷകൾക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. 2004 ഉറുദു ഭാഷകൾക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇദ്ദേഹത്തിന് ലഭിച്ചു. ഇദ്ദേഹത്തിന്റെ കൃതി ഏതാണ്? ഷിക്സ ബുഡോൺ കാ ദർമിയാൻ. അതാണ് അദ്ദേഹത്തിന്റെ ചെറുകഥ എന്ന് പറയുന്നത്. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങൾ. അപ്പം സലാം ബിൻ റസാഖ് അന്തരിച്ചത് 2024 മെയ് 7. അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഉറുദു ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് 2004. ഓക്കെ ആണേ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഹരിയാന, ഓപ്ഷൻ ബി ഒഡീഷ, ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, തമിഴ്നാട്, ഓപ്ഷൻ ഡി ഹരിയാന, പഞ്ചാബ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഒഡീഷ, ആന്ധ്രാപ്രദേശ് ആണ്.
2024 ലോകസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷയും ആന്ധ്രാപ്രദേശുമാണ്. OAP ഒഡീഷ ആന്ധ്രാപ്രദേശ്, ഒഡീഷ ആന്ധ്രാപ്രദേശ്. ഓക്കെ ആണല്ലോ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണ്? രാജീവ് കുമാർ ആണ് കേട്ടോ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ രാജീവ് കുമാർ ആണ്. അങ്ങനെയെങ്കിൽ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? അത് A. ഷാജഹാൻ ആണ്. A. ഷാജഹാൻ. കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറും കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A. ഷാജഹാനുമാണ്. ക്ലിയർ ആയോ? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണെന്ന് ചോദിച്ചാൽ രാജീവ് കുമാർ. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ A. ഷാജഹാൻ. A. ഷാജഹാൻ. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യം, റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ഓപ്ഷൻ എ ഇന്തോനേഷ്യ, ഓപ്ഷൻ ബി ഐസ്ലാൻഡ്, ഓപ്ഷൻ സി മെക്സിക്കോ, ഓപ്ഷൻ ഡി ചിലി. റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താ? ഓപ്ഷൻ എ ഇന്തോനേഷ്യ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ്. റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യ. 2024 മെയ്യിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് റുവാങ്. അപ്പൊ ആ ഒരു പ്രസ്താവന പഠിക്കണമല്ലോ. 2024 മെയ്യിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? റുവാങ് ആണ്. നമ്മൾ മുമ്പ് ഒരു വിയോഗം 2024 മെയ് പറഞ്ഞു. ഇവിടെ പറയുന്നത് 2024 മെയ്യിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണെന്ന് ചോദിച്ചാൽ അത് റുവാങ് ആണ്. മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം അതും ഇന്തോനേഷ്യയിലാണ്. മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ്. അങ്ങനെയെങ്കിൽ മൗണ്ട് എറ്റ്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഇറ്റലിയിലാണ് കേട്ടോ. അതെവിടെയാണ്? ഇറ്റലിയിൽ. അപ്പൊ മറന്നു പോകരുത്. മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം, മൗണ്ട് മെറാപ്പി ഇന്തോനേഷ്യ, മൗണ്ട് മെറാപ്പി ഇന്തോനേഷ്യ. അടുത്ത മൗണ്ട് എറ്റ്ന. മൗണ്ട് എറ്റ്ന എവിടെയാണ്? എറ്റ്ന ഇറ്റലി. രണ്ടിന്റെ ഇറ്റ ഉണ്ടല്ലയോ, അങ്ങനെ ഓർത്താൽ മതി. മൗണ്ട് എറ്റ്ന ഇറ്റലി. മൗണ്ട് എറ്റ്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഇറ്റലിയില്. മൗണ്ട് എറ്റ്ന ഇറ്റലി. പഠിച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, 2024 ICC വനിതാ T20 വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം. 2024 ICC വനിതാ T20 വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം. ഓപ്ഷൻ എ ഇംഗ്ലണ്ട്, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി ബംഗ്ലാദേശ്, ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ. ഏതാണ്? ഓപ്ഷൻ സി ബംഗ്ലാദേശ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2024 ICC വനിതാ T20 വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബംഗ്ലാദേശ് ആണെന്ന് ഓർത്തിരുന്നോണം. ബംഗ്ലാദേശ്. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ 2026 വേദിയാകുന്ന എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. 2026 T20 വനിതാ വേൾഡ് കപ്പിന്റെ വേദിയാകുന്നത് ഇംഗ്ലണ്ടാണ്. 2023 വേദി ഏതായിരുന്നു? ദക്ഷിണാഫ്രിക്ക ആയിരുന്നു. 2023 ജേതാക്കൾ ആരായിരുന്നു? ഓസ്ട്രേലിയ ആയിരുന്നു. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ 4 കാര്യമേ പറഞ്ഞോളൂ. 2024 ICC വനിതാ T20 വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാ? ബംഗ്ലാദേശ്. ഏതാണ്? ബംഗ്ലാദേശ് ആണ്. 2026 ഏതാണ്? ഇംഗ്ലണ്ട് ആണ് അല്ലെ? 2026 ഏതാണ്? ഇംഗ്ലണ്ട് ആണ്. 2023 ഏതായിരുന്നു? ദക്ഷിണാഫ്രിക്ക ആയിരുന്നു. 2023 വേദി ഏതായിരുന്നു? ദക്ഷിണാഫ്രിക്ക ആയിരുന്നു. 2023 ജേതാക്കൾ ആരായിരുന്നു? ഓസ്ട്രേലിയ ആയിരുന്നു. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? 2023 ദക്ഷിണാഫ്രിക്ക, ജേതാക്കൾ ഓസ്ട്രേലിയ. 2024 വേദി ഇംഗ്ലണ്ട്, ബംഗ്ലാദേശ്. 2026 വേദി ഏതാണ്? ഇംഗ്ലണ്ട് ആണ്. ക്ലിയർ ആയോ ഈ 3 കാര്യങ്ങള്? 2023 വേദി ദക്ഷിണാഫ്രിക്ക, വിജയികൾ ഓസ്ട്രേലിയ. 2024 ബംഗ്ലാദേശ് ആണ് വേദിയാകുന്നത്. 2026 വേദി ഇംഗ്ലണ്ട് ആണ്. 2026 വേദി ഇംഗ്ലണ്ട്. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിമാരും. സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിമാരുമാണ് പറയുന്നത്. ഓക്കെ, നമുക്കിപ്പം ഡീവിയേറ്റ് ചെയ്ത് വന്നേക്കുന്നതാണ് സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിമാരും. അപ്പം ആദ്യം പറഞ്ഞിരിക്കുന്നത് അരുണാചൽ പ്രദേശ് ആണ്. അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി ആരാണ്? പ്രേമ ഖണ്ഡു ആണ്. പ്രേമ ഖണ്ഡു. അരുണാചൽ പ്രദേശ്
പ്രേമഖണ്ഡു. അരുൺ പ്രേമ, അങ്ങനെ ഓർത്താ മതി. അരുണാചൽ പ്രദേശ് പ്രേമഖണ്ഡു. ഓർക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറയുവാണേ, അരുണാചൽ പ്രദേശ് പ്രേമഖണ്ഡു. അടുത്ത ഒഡീഷ. ഒഡീഷ ആരാണ്? ആരാണ് ഒഡീഷയിലെ മുഖ്യമന്ത്രി? മോഹൻ ചരൺ മജ്ഹി ആണ്. മോഹൻ ചരൺ മജ്ഹി. മോഹൻ ചരൺ മജ്ഹി ആണ് ഒഡീഷയിലെ മുഖ്യമന്ത്രി. മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ മോഹൻ യാദവ് ആണ്. മോഹൻ യാദവ്. മോഹൻ യാദവ്. അടുത്ത ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ ആരാണ്? ചന്ദ്രബാബു നായിഡു ആണ്. ചന്ദ്രബാബു നായിഡു. ചന്ദ്രബാബു നായിഡു ആണ് ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി. അപ്പം ഒന്ന് പറഞ്ഞു അരുണാചൽ പ്രദേശ്, പഠിച്ചു വെക്കോണേ. അരുണാചൽ പ്രദേശ് പ്രേമഖണ്ഡു. അരുൺ പ്രേമ. അരുണാചൽ പ്രദേശ് പ്രേമഖണ്ഡു. അടുത്തത് ഒഡീഷ. ഒഡീഷ മോഹൻ. ഒഡീഷ മോഹൻ ചരൺ മജ്ഹി. മോഹൻ ചരൺ മജ്ഹി. ഒഡീഷ മോഹൻ ചരൺ മജ്ഹി. അടുത്ത മധ്യപ്രദേശ്. മധ്യപ്രദേശ് മോഹൻ യാദവ് ആണ്. മോഹൻ യാദവ് ആണ്. മോഹൻ യാദവ് ആണ്. മധ്യപ്രദേശ് മോഹൻ യാദവ്. അടുത്ത ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി ആരാണ്? ചന്ദ്രബാബു നായിഡു ആണ്. ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡു. ആന്ധ്രാബാബു. ആന്ധ്രാബാബു. ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡു. ഓർക്കാൻ എളുപ്പമാണല്ലോ. ഓർക്കാൻ എളുപ്പമാണ്. അപ്പൊ നമ്മള് 4 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ് പഠിച്ചത്. ഒന്ന് അരുണാചൽ പ്രദേശ് പ്രേമഖണ്ഡു, 2 ഒഡീഷ മോഹൻ ചരൺ മജ്ഹി, മധ്യപ്രദേശ് മോഹൻ യാദവ്, ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡു. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒരു സംസ്ഥാനത്തെ റിയൽ എക്സിക്യൂട്ടീവ് ആരാണ്? ഒരു സംസ്ഥാനത്തെ റിയൽ എക്സിക്യൂട്ടീവ് ആരാണ്? ആരാണ്? മുഖ്യമന്ത്രിയാണ്. അങ്ങനെയെങ്കിൽ ഒരു സംസ്ഥാനത്തെ നോമിനൽ എക്സിക്യൂട്ടീവ് ആരാണ്? നോമിനൽ എക്സിക്യൂട്ടീവ് ഗവർണറാണ്. ക്ലിയർ ആയോ? ഒരു സംസ്ഥാനത്തെ റിയൽ എക്സിക്യൂട്ടീവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? റിയൽ എക്സിക്യൂട്ടീവ്. റിയൽ എക്സിക്യൂട്ടീവ് ആരാണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയാണ്. നോമിനൽ എക്സിക്യൂട്ടീവ് ആരാണ്? നോമിനൽ എക്സിക്യൂട്ടീവ് ഗവർണറാണ്. 2 കാര്യങ്ങൾ പഠിച്ചല്ലോ. 2 കാര്യങ്ങൾ പഠിച്ചേ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് വരാം. നമ്മൾ ഇന്ത്യ ഈസ് എ സ്റ്റേറ്റ്, ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന കോൺസെപ്റ്റ് വെച്ച്, ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന കോൺസെപ്റ്റ് വെച്ച് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ റിയൽ എക്സിക്യൂട്ടീവ് ആരാണ്? ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ റിയൽ എക്സിക്യൂട്ടീവ് ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. ആരാ? പ്രധാനമന്ത്രിയാണ്. അപ്പൊ നോമിനൽ എക്സിക്യൂട്ടീവ് ആരായിരിക്കും? രാഷ്ട്രപതിയാണ്. പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ് നോമിനൽ എക്സിക്യൂട്ടീവ്. ക്ലിയർ ആയോ? 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞേ. ഒരു സംസ്ഥാനത്തിന്റെ റിയൽ എക്സിക്യൂട്ടീവ് ആരാണെന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയാണ്. നോമിനൽ എക്സിക്യൂട്ടീവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഗവർണറാണ്. ഇനി ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ റിയൽ എക്സിക്യൂട്ടീവ് ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രിയാണ്. നോമിനൽ എക്സിക്യൂട്ടീവ് ആരാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞു സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിമാരും. അതിൽ 2 നമുക്കറിയാം. ഒന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയനാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി ആരാണ്? സ്റ്റാലിനാണ് അല്ലെ? ഈ 2 കാര്യങ്ങളും നമുക്കറിയാം. അടുത്ത അരുണാചൽ പ്രദേശ്. നിങ്ങൾക്കറിയാം അരുണാചൽ പ്രദേശിൽ നമ്മളിപ്പം പഠിച്ചു ആരാണ് മുഖ്യമന്ത്രി? പ്രേമഖണ്ഡു ആണ്. മധ്യപ്രദേശിലെ ആരാണ്? അടുത്തത് പറയരുത്. മധ്യപ്രദേശിലെ ആരാണ്? മോഹൻ യാദവ് ആണ്. മോഹൻ യാദവ്. ഒഡീഷയിലെ ആരാണ്? ഒഡീഷ മോഹൻ ചരൺ മജ്ഹി ആണ്. മോഹൻ ചരൺ മജ്ഹി ആണ്. ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി ആരാണ്? ചന്ദ്രബാബു നായിഡു ആണ്. ചന്ദ്രബാബു നായിഡു. പഠിച്ച ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചോണേ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷന്റെ 2024 ഗ്ലോബൽ മീഡിയ അവാർഡ് ലഭിച്ച AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവതാരക ആരാണ്? ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷന്റെ 2024 ഗ്ലോബൽ മീഡിയ അവാർഡ് ലഭിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവതാരക ആരാണ്? ഓപ്ഷൻ എ ഇവാൻസ്, ഓപ്ഷൻ ബി സാരസ്, ഓപ്ഷൻ സി സന, ഓപ്ഷൻ ഡി ഇവാൻ. ആരാണ്? സനയാണ് കേട്ടോ. സന. അവതാരിക ആരാണ്? അവതാരക ആരാണ്? സനയാണ്. 2023 ഇന്ത്യ
ടുഡേ ആണ് സന AI ന്യൂസ് റീഡറെ അവതരിപ്പിച്ചത്. അപ്പൊ സന AI ന്യൂസ് റീഡറെ അവതരിപ്പിച്ചത് ഇന്ത്യ ടുഡേ ആണ്. ഏത് വർഷമാണ്? 2023 എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ന്യൂസ് റീഡർ ആരാണ്? ഇവാൻ ആണ്. ഇവാൻ എന്ന ന്യൂസ് റീഡറെ അവതരിപ്പിച്ചത് ആരാണ്? മീഡിയ വൺ ചാനൽ ആണ്. മീഡിയ വൺ. അപ്പൊ രണ്ട് കാര്യങ്ങളെ നമ്മൾ പറഞ്ഞോളൂ. 2023 ഇന്ത്യ ടുഡേ ആണ് സന എന്ന AI അവതാരകയെ അവതരിപ്പിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ AI ന്യൂസ് റീഡർ ആരാണെന്ന് ചോദിച്ചാൽ അത് ഇവാൻ ആണ്. അത് അവതരിപ്പിച്ചത് ആരാണ്? ഏത് ചാനലാണ്? മീഡിയ വൺ ആണ്. അപ്പൊ നമ്മൾ മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞു. ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷന്റെ 2024 ഗ്ലോബൽ മീഡിയ അവാർഡ് ലഭിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവതാരക ആരാണെന്ന് ചോദിച്ചാൽ അത് സനയാണ്. ഓക്കെ ആണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, നിജുത് മൊയ്ന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം. നിജുത് മൊയ്ന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ അസം, ഓപ്ഷൻ ബി മേഘാലയ, ഓപ്ഷൻ സി ഹരിയാന, ഓപ്ഷൻ ഡി ഗുജറാത്ത്. നിജുത് മൊയ്ന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ അസം ആണ് കേട്ടോ. നിജുത് മൊയ്ന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് അസം ആണെന്ന് ഓർത്തിരിക്കുക. പെൺകുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. അസം മുഖ്യമന്ത്രി അപ്പോൾ ആരാണ്? ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ഇതൊക്കെ ഇപ്പം ചേഞ്ച് വന്ന കാര്യങ്ങളാണ്, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോണം. ഇപ്പോഴത്തെ അസം മുഖ്യമന്ത്രി ആരാണ്? ഹിമന്ത ബിശ്വ ശർമ്മയാണ്. മറ്റു മുഖ്യമന്ത്രിമാര് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, അരുണാചൽ പ്രദേശിലെല്ലാം നമ്മൾ പറഞ്ഞു. ഇപ്പം അസമിലെയാണ് പറയുന്നത്. അസം മുഖ്യമന്ത്രി ആരാ? ഹിമന്ത ബിശ്വ ശർമ്മ. അപ്പൊ അരുണാചൽ പ്രദേശിലെ ആരായിരുന്നു? പ്രേമഖണ്ഡു. ഇനി മറക്കത്തില്ലല്ലയോ? പ്രേമഖണ്ഡു. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് നിജുത് മൊയ്ന എന്ന പദ്ധതി എന്താണ്? പെൺകുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഏത് സംസ്ഥാനമാണ് ഇത് നടപ്പിലാക്കുന്നത്? ഈ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് അസം ആണ്. അസം മുഖ്യമന്ത്രിയും കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഏത് രാജ്യത്തിന്റെ അത്യാധുനിക എയർക്രാഫ്റ്റ് കാരിയർ ആണ് ഫുജിയാൻ? ഏത് രാജ്യത്തിന്റെ അത്യാധുനിക എയർക്രാഫ്റ്റ് കാരിയർ ആണ് ഫുജിയാൻ? ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി ഇന്തോനേഷ്യ, ഓപ്ഷൻ ഡി ചൈന. ഫുജിയാൻ ഏതാണ്? ചൈനയാണ് കേട്ടോ. ചൈന. ഏത് രാജ്യത്തിന്റെ അത്യാധുനിക എയർക്രാഫ്റ്റ് കാരിയർ ആണ് ഫുജിയാൻ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ചൈനയാണ്. ചൈനയുടെ മൂന്നാമത്തെ എയർക്രാഫ്റ്റ് കാരിയർ ആണിത്. ആണ് നമ്മളിപ്പോൾ പറഞ്ഞ ഫുജിയാൻ എന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയർ അപ്പോൾ ഏതാണ്? ജെറാൾഡ് ആർ ഫോർഡ് ആണ്. ഏതാണ്? അമേരിക്കയുടെ ആണ് കേട്ടോ. USA ആണ് ജെറാൾഡ് ആർ ഫോർഡ്. ലോകത്തിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയർ ഏതാണെന്ന് ചോദിച്ചാൽ ജെറാൾഡ് ആർ ഫോർഡ് ആണ്. അങ്ങനെയെങ്കിൽ USA അമേരിക്കയുടെ പതാകയിലെ നക്ഷത്രങ്ങളുടെ എണ്ണം എത്രയാണ്? അമേരിക്കൻ പതാകയിലെ നക്ഷത്രങ്ങളുടെ എണ്ണം 50 എണ്ണമാണ് കേട്ടോ. 50 നക്ഷത്രങ്ങളാണുള്ളത്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് ചൈനയുടെ മൂന്നാമത്തെ എയർക്രാഫ്റ്റ് ഏതാണ്? ഫുജിയാൻ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയർ ഏതാണ്? ജെറാൾഡ് ആർ ഫോർഡ് ആണ്. ഏത് രാജ്യത്തിൻ്റെതാണ്? USA-യുടേതാണ്. അടുത്ത ചോദ്യം, വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ്. ഓപ്ഷൻ എ ഗബ്രിയൽ, ഓപ്ഷൻ ബി സാൻ ഫെർണാണ്ടോ, ഓപ്ഷൻ സി റോത്ത്ലാർ, ഓപ്ഷൻ ഡി കിര റെഡ്. വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ്. അതേപോലെ ഈ വിഴിഞ്ഞത്തെ ബന്ധപ്പെട്ട ഒരു ചോദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിഴിഞ്ഞം ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര താലൂക്കിലാണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം എന്ന് ഓർത്തിരിക്കുക. ഇവിടെ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സാൻ ഫെർണാണ്ടോ ആണ്. വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യത്തെ കണ്ടെയ്നർ മദർഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ സാൻ ഫെർണാണ്ടോ ആണ്. ഏതാണ്? സാൻ ഫെർണാണ്ടോ. മറന്നു പോവരുതേ. സാൻ ഫെർണാണ്ടോ.
ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഷിപ്പിംഗ് കമ്പനിയായ മോക്സിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സാൻ ഫെർണാണ്ടോ. ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഷിപ്പിംഗ് കമ്പനിയായ മേസ്കിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സാൻ ഫെർണാണ്ടോ. എന്നാണ് ഇത് എത്തിയത്? 2024 ജൂലൈ 11 ഇപ്പോഴത്തെ കറണ്ട് അഫയർ ആണ്. 2024 ജൂലൈ 11 സാൻ ഫെർണാണ്ടോ എത്തിയത്. ഇതിന്റെ ട്രയൽ റൺ നടന്നത് എന്നാണ്? ട്രയൽ റണ്ണ് 2024 ജൂലൈ 12 ട്രയൽ റൺ നടന്നത് 2024 ജൂലൈ 12. ഇത് എത്തിയത് 2024 ജൂലൈ 11. മുഖ്യ അതിഥി ആരായിരുന്നു? അത് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത വകുപ്പ് മന്ത്രിയായ സർബാനന്ദ സോനോവാൾ ആണ്. സർബാനന്ദ സോനോവാൾ ആയിരുന്നു മുഖ്യ അതിഥി. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കണ്ടെയ്നർ മദർഷിപ്പ് ഏതാണ്? സാൻ ഫെർണാണ്ടോയാണ്. ഇതിന്റെ ഏത് ഉടമസ്ഥതയിലുള്ളതാണ് സാൻ ഫെർണാണ്ടോ? മേസ്കിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഇത് ആദ്യം എത്തിയത് 2024 ജൂലൈ 11 ട്രയൽ റൺ നടത്തിയത് 2024 ജൂലൈ 12 മുഖ്യ അതിഥി ആരായിരുന്നു? സർബാനന്ദ സോനോവാൾ. സർബാനന്ദ സോനോവാൾ ആരാണ്? കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത വകുപ്പ് മന്ത്രിയാണ് സർബാനന്ദ സോനോവാൾ. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ആയല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്: കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ സുരേഷ് ഗോപി ഏതൊക്കെ വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനമാണ് വഹിക്കുന്നത്? കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ സുരേഷ് ഗോപി ഏതൊക്കെ വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനമാണ് വഹിക്കുന്നത്? ഓപ്ഷൻ എ പെട്രോളിയം, ഓപ്ഷൻ ബി പ്രകൃതി വാതകം, ഓപ്ഷൻ സി ഫിഷറീസ്, ഓപ്ഷൻ ഡി ടൂറിസം. ഇതിൽ 3 വകുപ്പുകളാണ് കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ സുരേഷ് ഗോപി വഹിക്കുന്നത്. കേന്ദ്ര മന്ത്രിയായി ചുമതലയേറ്റ സുരേഷ് ഗോപി വഹിക്കുന്നത് 3 സഹമന്ത്രി സ്ഥാനമാണ്. 3 വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനമാണ് വഹിക്കുന്നത്. ഏതൊക്കെയാണ് ആ 3 വകുപ്പുകൾ? ഒന്ന് പെട്രോളിയം ആണ്. ഒന്ന് ഏതാണ്? പെട്രോളിയം. അടുത്തത് പ്രകൃതി വാതകം. അടുത്ത ഏതാണ്? പ്രകൃതി വാതകം. പിന്നെ ടൂറിസം. പെട്രോളിയം, പ്രകൃതി വാതകം, ടൂറിസം. പെട്രോളിയം, പ്രകൃതി വാതകം, ടൂറിസം എന്നീ വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനമാണ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി വഹിക്കുന്നത്. അപ്പം കേരളത്തിൽ നിന്ന് എത്ര സഹമന്ത്രിമാരായിരുന്നു ഉണ്ടായിരുന്നത്? 2 സഹമന്ത്രിമാരായിരുന്നു. ഒന്നാരാണ്? സുരേഷ് ഗോപിയാണ്. രണ്ടാമത്തത് ജോർജ് കുര്യൻ ആണ്. ഈ ഇടയ്ക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന സംഭവം. കേന്ദ്ര മന്ത്രിസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധി ആണല്ലേ. രാഹുൽ ഗാന്ധി ഏത് മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്? ഏത് മണ്ഡലത്തിലായിരുന്നു മത്സരിച്ചത്? റായ്ബറേലി മണ്ഡലത്തിൽ നിന്നായിരുന്നു മത്സരിച്ചത് അല്ലെ. റായ്ബറേലി മണ്ഡലത്തിൽ നിന്നായിരുന്നു രാഹുൽ ഗാന്ധി മത്സരിച്ചത്. അങ്ങനെയെങ്കിൽ സ്പീക്കർ ആരാണ്? കേന്ദ്ര മന്ത്രിസഭയിലെ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. ആരാണ്? ഓം ബിർളയാണ്. ഏത് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചത്? രാജസ്ഥാനിലെ കോട്ട മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ചത്. രാജസ്ഥാനിലെ കോട്ട മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാണ് അദ്ദേഹം വിജയിച്ചത്. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മളോട് ചോദിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയിലെ മലയാളികൾ സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണ്. ഇതിൽ സുരേഷ് ഗോപി സഹമന്ത്രിയാകുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? പെട്രോളിയം, പ്രകൃതി വാതകം, ടൂറിസം. പെട്രോളിയം, പ്രകൃതി വാതകം, ടൂറിസം. അങ്ങനെയെങ്കിൽ ജോർജ് കുര്യൻ വഹിക്കുന്ന സഹമന്ത്രിയാകുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? ഒന്ന് ന്യൂനപക്ഷം. ഒന്ന് ഏതാണ്? ന്യൂനപക്ഷം. ന്യൂനപക്ഷം മത്സ്യബന്ധനം. ന്യൂനപക്ഷം മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, അതേപോലെ തന്നെ ക്ഷീരവകുപ്പ്. അപ്പൊ ഏതൊക്കെ വകുപ്പുകളിലാണ് ജോർജ് കുര്യൻ സഹമന്ത്രി ആകുന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് ന്യൂനപക്ഷം, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ക്ഷീരവകുപ്പ്. ഈ 4 വകുപ്പുകളിലാണ്. അപ്പൊ ഇവരുടെ 2 പേരുടെയും വകുപ്പുകൾ പഠിക്കാലോ. സുരേഷ് ഗോപി പെട്രോളിയം, പ്രകൃതി വാതകം, ടൂറിസം. പെട്രോൾ, പ്രകൃതി വാതകം, ടൂറിസം. പെട്രോളിയം, പ്രകൃതി വാതകം, ടൂറിസം. അടുത്ത ജോർജ് കുര്യൻ ഏതൊക്കെയാണ്? ന്യൂനപക്ഷം, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ക്ഷീരവകുപ്പ്. മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ക്ഷീരവകുപ്പ്, ന്യൂനപക്ഷം. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്: പാറശാല രവി ഏത് മേഖലയിലാണ് പ്രശസ്തനായത്?
ഓപ്ഷൻ എ മൃദംഗം, ഓപ്ഷൻ ബി നാടകം, ഓപ്ഷൻ സി സാഹിത്യം, ഓപ്ഷൻ ഡി വയലിൻ. പാറശാല രവി ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? ഓപ്ഷൻ എ മൃദംഗമാണ് ശരിയായിട്ടുള്ള ഉത്തരം. പാറശാല രവി ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? മൃദംഗത്തിനാണ് കേട്ടോ. കേരള സംഗീത നാടക അക്കാദമിയുടെ 2023 ഫെലോഷിപ്പ് നേടിയവർ ആരൊക്കെയാണ്? 3 പേരാണ്. ഒന്ന് പാറശാല രവി, രണ്ടാമത്തത് TM എബ്രഹാം, മൂന്നാമത്തത് കലാവിജയൻ. TM എബ്രഹാം നാടക സംവിധായകനാണ്, കലാവിജയൻ മോഹിനിയാട്ട നർത്തകയാണ്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പാറശാല രവി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൃദംഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളോട് കേരള സംഗീത നാടക അക്കാദമിയുടെ 2023 ഫെലോഷിപ്പ് നേടിയവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പാറശാല രവിയുണ്ട്, TM എബ്രഹാം ഉണ്ട്, കലാവിജയൻ ഉണ്ട്. TM എബ്രഹാം നാടക സംവിധായകനാണെന്ന് ഓർത്തിരിക്കുക. TM എബ്രഹാം, കലാവിജയൻ. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത്? ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി പൂനെ, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി കൊല്ലം. എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത്? ഓപ്ഷൻ ബി പൂനെയിലാണ് കേട്ടോ. ഓപ്ഷൻ ബി പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പൂനെയിലാണ്. ഇന്ത്യൻ ആർമിയും പുനിത് ബലൻ ഗ്രൂപ്പും സംയുക്തമായിട്ടാണ് ഈ ഒരു ഭരണഘടനാ പാർക്ക് വികസിപ്പിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കൊല്ലമാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടനാ പാർക്ക് നിലവിൽ വന്നത് പൂനെ. ആരൊക്കെ സംയുക്തമായിട്ടാണ് ഇത് വികസിപ്പിച്ചത്? ഇന്ത്യൻ ആർമിയും പുനിത് ബലൻ ഗ്രൂപ്പും ചേർന്നാണ് ഇത് വികസിപ്പിച്ചത്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തത് 2024 ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയെ പറ്റിയാണ് പറയുന്നത്. 2024 ലോക പത്ര സ്വാതന്ത്ര്യ സൂചിക നമ്മൾ മുമ്പേ വിയോഗവും അതേപോലെ തന്നെ ഇൻഡെക്സും റാങ്കിങ്ങും ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ 2024 ലോക പത്ര സ്വാതന്ത്ര്യ സൂചിക ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ്? നോർവേ ആണ്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ്? നോർവേ ആണ്. രണ്ടാം സ്ഥാനത്ത് ആരാണ്? ഡെൻമാർക്ക് ആണ്. രണ്ടാം സ്ഥാനം ഡെൻമാർക്ക് ആണ്. മൂന്നാം സ്ഥാനം ആർക്കാണ്? സ്വീഡൻ ആണ്. മൂന്നാം സ്ഥാനം സ്വീഡൻ. അപ്പൊ ഒന്നാം സ്ഥാനം നോർവേ, രണ്ടാം സ്ഥാനം ഡെൻമാർക്ക്, മൂന്നാം സ്ഥാനം സ്വീഡൻ. മൂന്നെണ്ണം പഠിച്ചല്ലോ. 2024 ലോക പത്ര സ്വാതന്ത്ര്യ സൂചിക പ്രകാരം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നോർവേ. അല്ലേ? നമുക്ക് മിക്കവാറും പത്രത്തിനകത്തെല്ലാം എല്ലാ വേയും കാണും അല്ലെ? എല്ലാ പാതകളും കാണും. മിക്കവാറും ഉള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം കാണും. അപ്പം ഒന്നാം സ്ഥാനം ഏതാണ്? നോർവേ. രണ്ടാം സ്ഥാനം ഏതാണ്? ഡെൻമാർക്ക്. പിന്നെ നമ്മൾ അത് എന്ത് ചെയ്യും? മാർക്ക് ചെയ്യും അല്ലെ? ആ പത്രത്തിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യും? അത് മാർക്ക് ചെയ്യും. അപ്പൊ രണ്ടാം സ്ഥാനം എവിടെയാണ്? രണ്ടാം സ്ഥാനം ആർക്കാണ്? ഡെൻമാർക്കിനാണ്. മൂന്നാം സ്ഥാനം സ്വീഡൻ. എന്ന് നമ്മൾ നല്ലപോലെ സീ ചെയ്ത് അതൊന്ന് വായിക്കും. സ്വീഡൻ നോക്കി വായിക്കും അല്ലേ? അപ്പൊ മൂന്നാം സ്ഥാനം സ്വീഡൻ. 3 സ്ഥാനങ്ങൾ പഠിച്ചല്ലോ. 2024 ലോക പത്ര സ്വാതന്ത്ര്യ സൂചിക പ്രകാരം ഒന്നാം സ്ഥാനം നോർവേ, രണ്ടാം സ്ഥാനം ഡെൻമാർക്ക്, മൂന്നാം സ്ഥാനം ഏതാ? സ്വീഡൻ. ഇനി 2024 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 159ാമത്തെ റാങ്കിലാണ്. 2024 ഇന്ത്യയുടെ ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയിലെ ഇന്ത്യയുടെ റാങ്ക് 159. 2023 ഇന്ത്യയുടെ റാങ്ക് എത്ര ആയിരുന്നു? 161 ആയിരുന്നു. 2023 ഇന്ത്യയുടെ റാങ്ക് 161. ഇനി 2023 2024 ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ്? നോർവേ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ 2024 ഒന്നാം സ്ഥാനം നോർവേ, 2023 ആരാണ്? നോർവേ ആണ്. രണ്ടാം സ്ഥാനം നിൽക്കുന്നത് ഡെൻമാർക്ക്, മൂന്നാം സ്ഥാനം നിൽക്കുന്നത് സ്വീഡൻ. 2024 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 151. 2023 ഇന്ത്യയുടെ റാങ്ക് എത്ര ആയിരുന്നു? 161 ആയിരുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, ഏഷ്യ പസഫിക്കിലെ ബെസ്റ്റ് കണ്ടന്റ് ഓഫ് ബിസിനസ് റെഗുലേറ്റർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ സ്ഥാപനം? ഏഷ്യ പസഫിക്കിലെ ബെസ്റ്റ് കണ്ടന്റ് ഓഫ് ബിസിനസ് റെഗുലേറ്റർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ സ്ഥാപനം ഏതാണ്?
ഓപ്ഷൻ എ യെസ് ബാങ്ക്, ഓപ്ഷൻ ബി സെബി, ഓപ്ഷൻ സി നബാർഡ്, ഓപ്ഷൻ ഡി HDFC. ഏതാണ്? ഇന്ത്യയിലെ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ്. ഇന്ത്യയിലെ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാ? ഓപ്ഷൻ ബി സെബി ആണ് അല്ലെ. ഇന്ത്യയിലെ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ്? സെബി. അപ്പൊ ഏഷ്യ പസഫിക്കിലെ ബെസ്റ്റ് കണ്ടന്റ് ഓഫ് ബിസിനസ് റെഗുലേറ്റർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അതും സെബി ആണ്. അങ്ങനെയെങ്കിൽ സെബിയിലെ ആദ്യ വനിതാ ചെയർപേഴ്സൺ, ഏക ഒരു വനിതാ ചെയർപേഴ്സണെ വന്നിട്ടുള്ള ആരാണത്? മാധവിയാണ് കേട്ടോ. ആരാണ്? മാധവി. സെബിയിലെ ചെയർപേഴ്സൺ, ആദ്യ വനിതാ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ അത് മാധവിയാണ്. അപ്പൊ ഏഷ്യ പസഫിക്കിലെ ബെസ്റ്റ് കണ്ടന്റ് ഓഫ് ബിസിനസ് റെഗുലേറ്റർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ സെബി ആണ് എന്ന് ഓർത്തിരിക്കുക. ബിസിനസ് റെഗുലേറ്റർ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് സെബി ആണ്. സെബി ഫുൾ എക്സ്പാൻഡഡ് ഫോം എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. സെബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മുംബൈ ആണ്. ചെയർപേഴ്സൺ ആരാണ്? മാധവി പുരി ബച്ച് ആണ്. മാധവി പുരി ബച്ച് ഏക ചെയർപേഴ്സൺ, വനിതാ ചെയർപേഴ്സൺ ആണ്. ആദ്യ വനിതാ ചെയർപേഴ്സണും ആരാണ്? മാധവി പുരി ബച്ച് ആണ്. മാധവി പുരി ബച്ച്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. ഗഗൻ സ്ട്രൈക്ക് 2 സംയുക്ത അഭ്യാസത്തിന്റെ വേദി. ഗഗൻ സ്ട്രൈക്ക് 2 സംയുക്ത അഭ്യാസത്തിന്റെ വേദി. ഓപ്ഷൻ എ പഞ്ചാബ്, ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ സി ജപ്പാൻ, ഓപ്ഷൻ ഡി ന്യൂഡൽഹി. എവിടെയാണ് വേദിയാകുന്നത്? എവിടെയാണ്? ഓപ്ഷൻ എ പഞ്ചാബിലാണ്. ഗഗൻയാൻ എന്താണ്? ബഹിരാകാശ പദ്ധതിയാണ് അല്ലെ. ഗഗൻയാൻ എന്താണ്? ബഹിരാകാശ പദ്ധതിയാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. അതില് ഗഗൻ സ്ട്രൈക്ക് 2 എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയും എയർഫോഴ്സും 2024 മെയ്യില് പഞ്ചാബിലെ വിവിധ സ്ഥലങ്ങളിലായി നടത്തിയ സംയുക്ത അഭ്യാസമാണ് ഗഗൻ സ്ട്രൈക്ക് 2. ഇന്ത്യൻ ആർമിയും എയർഫോഴ്സും 2024 മെയ്യില് പഞ്ചാബിലെ വിവിധ സ്ഥലങ്ങളിലായി നടത്തിയ സംയുക്ത അഭ്യാസമാണ് ഏതെന്ന് പറയുന്നത്? ഗഗൻ സ്ട്രൈക്ക് 2 എന്ന് പറയുന്നത്. ഗഗൻ സ്ട്രൈക്ക് 2. നിലവിലെ കരസേന മേധാവി ആരാണ്? നിലവിലെ കരസേന മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഉപേന്ദ്ര ദ്വിവേദി. ഓർത്തു വെച്ചോണം, ഇപ്പൊ മാറിയതാണ്. നിലവിലെ കരസേന മേധാവി ഇപ്പൊ മാറിയതാണ്. ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഉപേന്ദ്ര ദ്വിവേദി. നിലവിലെ വ്യോമസേന മേധാവി ആരാണ്? വിവേക് റാം ചൗധരിയാണ്. നിലവിലെ വ്യോമസേന മേധാവി വിവേക് റാം ചൗധരിയാണ്. വിവേക് റാം ചൗധരി. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? ഒന്ന്, ഗഗൻ സ്ട്രൈക്ക് 2 എവിടെയാണ് നടത്തിയത്? പഞ്ചാബിലാണ്. എന്തുവായിരുന്നു? ഇന്ത്യൻ ആർമിയും എയർഫോഴ്സും 2024 മെയ്യില് പഞ്ചാബിലെ വിവിധ സ്ഥലങ്ങളിലായി നടത്തിയ സംയുക്ത അഭ്യാസമാണ് ഗഗൻ സ്ട്രൈക്ക് 2. നിലവിലെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ്. നിലവിലെ വ്യോമസേന മേധാവി വിവേക് റാം ചൗധരിയാണ്. വിവേക് റാം ചൗധരി. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തതിലേക്ക് കിടക്കാം. 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡ്. 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡിലെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ബിജു മേനോനും വിജയരാഘവനുമാണ്. ബിജു മേനോനും വിജയരാഘവനുമാണ് 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡില് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പൊ മികച്ച നടി ആരൊക്കെയായിരുന്നു? ശിവതയും സരിൻ ഷിഹാബുമായിരുന്നു. ശിവതയും സരിൻ ഷിഹാബുമായിരുന്നു മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹരായത്. മികച്ച സംവിധായകൻ ആനന്ദ് ഏകർഷിയാണ്. മികച്ച സംവിധായകൻ ആനന്ദ് ഏകർഷി. മികച്ച ചിത്രം ഏതായിരുന്നു? ആട്ടം. മികച്ച ചിത്രം ആട്ടം. അപ്പൊ 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ് പറഞ്ഞത്. മികച്ച നടൻ ബിജു മേനോനും വിജയരാഘവനും, മികച്ച നടി ശിവതയും സരിൻ ഷിഹാബും. ശിവത, സരിൻ ഷിഹാബ്. മികച്ച സംവിധായകൻ ആനന്ദ് ഏകർഷി. മികച്ച സംവിധായകൻ ആനന്ദ് ഏകർഷി. മികച്ച ചിത്രം ആട്ടം. മികച്ച ചിത്രം ഏതാണ്? ആട്ടം. മറന്നുപോകത്തില്ലല്ലോ, മറന്നുപോവല്ലേ. അടുത്ത ചോദ്യം. OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം 2023 നോവൽ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം 2023 നോവൽ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന്? ഓപ്ഷൻ എ ഷിനിലാൽ, ഓപ്ഷൻ ബി KP രാമനുണ്ണി, ഓപ്ഷൻ സി ജിൻഷ ഗംഗ, ഓപ്ഷൻ ഡി ഐമനം ജോൺ. ആർക്കാണ് ലഭിച്ചത്? ഓപ്ഷൻ എ ഷിനിലാലിനാണ്. ഷിനിലാൽ.
OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം 2023 നോവൽ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ഷിനിലാലിനാണ്. പുരസ്കാരത്തിന് അർഹമായ നോവൽ ഏതാണ്? 124. പുരസ്കാരത്തിന് അർഹമായ നോവൽ 124. കഥാവിഭാഗത്തില് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KP രാമനുണ്ണിക്കാണ്. കഥാവിഭാഗത്തില്, നോവൽ വിഭാഗത്തിലാണ് ഷിനിലാലിന് ലഭിച്ചത്. കഥാവിഭാഗത്തിൽ ലഭിച്ചത് KP രാമനുണ്ണിക്കാണ്. ഏത് കൃതി? ഹൈന്ദവം, ശരീരദൂരം. എന്നീ കൃതിക്കാണ് KP രാമനുണ്ണിക്ക് ലഭിച്ചത്. ഇനി യുവകഥാ വിഭാഗത്തിൽ ആർക്കാണ് ലഭിച്ചത്? ജിൻഷാ ഗംഗ. കൃതി ഏതാണ്? തേറ്റ എന്ന കൃതിക്ക് ജിൻഷാ ഗംഗയ്ക്കാണ് യുവകഥാ വിഭാഗത്തിൽ കിട്ടിയത്. അപ്പൊ നമ്മൾ OV വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം 2023 കാര്യമാണ് പറഞ്ഞത്. നോവൽ വിഭാഗത്തിൽ ലഭിച്ചത് ഷിനിലാലാണ്. അടുത്തത് കഥാവിഭാഗത്തിൽ ലഭിച്ചത് KP രാമനുണ്ണിക്കാണ്. യുവകഥാ വിഭാഗത്തിൽ ലഭിച്ചത് ജിൻഷാ ഗംഗ. യുവകഥ വിഭാഗത്തിൽ ലഭിച്ചത് ആർക്കാണ്? ജിൻഷാ ഗംഗയ്ക്കാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ലൂണ ഇമ്പാക്ട് ക്രാറ്റർ ഗർത്തം ഏത് സംസ്ഥാനത്താണ്? ലൂണ ഇമ്പാക്ട് ക്രാറ്റർ ഗർത്തം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി തെലങ്കാന, ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ഡി ഗുജറാത്തിലാണ് കേട്ടോ. ലൂണ ഇമ്പാക്ട് ക്രാറ്റർ ഗർത്തം ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. 6900 വർഷം മുമ്പ് ഉൽക്ക പതിച്ചുണ്ടായ ഈ ഗർത്തം ഗുജറാത്തിലെ ബന്നി സമതലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6900 വർഷം മുമ്പ് ഉൽക്ക പതിച്ചുണ്ടായതാണ് ഈ ഗർത്തം. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലെ ബന്നി സമതലത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നാസയുടെ ലാൻഡ്സാറ്റ് 8 ഉപഗ്രഹമാണ് ഗർത്തം കണ്ടെത്തിയത്. അപ്പൊ ഈ ഒരു ഗർത്തം ഉണ്ട് എന്ന് കണ്ടെത്തിയത്, ലൂണ ഇമ്പാക്ട് ക്രാറ്റർ ഗർത്തം കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് നാസയുടെ ലാൻഡ്സാറ്റ് 8 ഉപഗ്രഹമാണ്. ലാൻഡ്സാറ്റ് 8 ഉപഗ്രഹമാണ്. അങ്ങനെയെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഗുജറാത്തിലെ പോർബന്ദർ ആണ് അല്ലെ? മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലം ഗുജറാത്തിലെ പോർബന്ദർ. പോർബന്ദറിന്റെ പഴയകാല നാമം ഏതായിരുന്നു? സുദാമാപുരി എന്നതായിരുന്നു. സുദാമാപുരി. മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലമായ പോർബന്ദറിന്റെ പഴയകാല നാമം സുദാമാപുരി എന്നതാണ്. അതേപോലെ തന്നെ ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗുജറാത്ത് ആണ്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഗുജറാത്ത് ആണ്. സംസ്ഥാന രൂപീകരണം മുതൽ മദ്യനിരോധനം വരെ രൂപപ്പെട്ട രാജ്യം. അപ്പം എങ്ങനെ ഒരു ചോദ്യം വരാം? സംസ്ഥാന രൂപീകരണം മുതൽ മദ്യനിരോധനം വരെ നിലവിൽ ഉള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്ത് ആണ്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് പറഞ്ഞത്? സംസ്ഥാന രൂപീകരണം മുതൽ മദ്യനിരോധനം വരെ നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഗുജറാത്തിലെ ഇതിഹാസങ്ങളുടെ നാടെന്നറിയപ്പെടുന്നു. മഹാത്മാഗാന്ധി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദറിലാണ്. പോർബന്ദറിന്റെ പഴയകാല നാമം സുദാമാപുരി എന്നതായിരുന്നു. അതേപോലെയാണ് ലൂണ ഇമ്പാക്ട് ക്രാറ്റർ ഗർത്തം കണ്ടെത്തിയത് നാസയുടെ ലാൻഡ്സാറ്റ് 8 ആണ്. ഈ ഗർത്തം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലെ ബന്നി സമതലത്തിലാണ്. ഗുജറാത്തിലെ ബന്നി സമതലത്തിൽ ഇത് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ എല്ലാ ദിവസവും എക്സാംസ് ഉണ്ട്, പോൾ എക്സാംസ് ഉണ്ട്. അതേപോലെ തന്നെ ഫ്രീ PDF, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച PDF ഉൾപ്പെടെ 50-ൽ കൂടുതൽ PDF ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ 1000-ൽ കൂടുതൽ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസും പോൾ എക്സാംസും നമ്മുടെ ടെലഗ്രാം ചാനലിൽ നടത്തുന്നുണ്ട്. എല്ലാ ദിവസവും എക്സാംസ് ഉണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കുക, റിവിഷൻ നടത്തുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.